ഹായ് ഫ്രണ്ട്സ്, സ്വപ്നസഞ്ചാരിയിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോഴത്തെ ഞാനിന്ന് അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മെമ്മോറിയൽ മ്യൂസിയം കാണണം, വീട്ടിലെ മ്യൂസിയം കാണണം. അങ്ങനെ വീടും ആ മെമ്മോറിയൽ കാണാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ഞാൻ എന്തായാലും ട്രിപ്പ് ഇറങ്ങിയിട്ട് ഒരു 4-ാം ദിവസമാണ് ഇന്ന്. 4-ാം ദിവസത്തെ ട്രിപ്പുകളാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകൾ ഞാൻ നീട്ടി വലിച്ചു നടുക്കി വീഡിയോ ഇടാത്തത് കാരണം നീട്ടിയിടുമ്പോൾ എല്ലാവർക്കും കാണാനുള്ള ബുദ്ധിമുട്ടുണ്ട്, സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചുരുക്കിയിടുന്നത്. ചുരുക്കിയിടുമ്പോൾ എല്ലാവർക്കും കാണാനും കേൾക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിലാണ്. അപ്പോൾ ഞാൻ എന്താ കാർ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്ക് ചെയ്തിട്ട് നേരെ ഇനി മെമ്മോറിയലിനകത്തേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ അബ്ദുൽ കലാം സാറിൻ്റെ ഉള്ളിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. കേരള രജിസ്ട്രേഷനും ആന്ധ്ര രജിസ്ട്രേഷനും UP അങ്ങനെ ഒരുപാട് ഇങ്ങനെ രജിസ്ട്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാമറ അലോഡല്ല, നമുക്ക് വെളിയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ ഫുൾ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. പാസ്സില്ലാണ്ട് നമുക്ക് ഇതിനകത്ത് കയറാം, പക്ഷേ നമുക്ക് അല്ലാതെ കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. മൊബൈൽ പോലും അകത്ത് കൊണ്ടുപോകാനേ സാധിക്കില്ല. നമുക്ക് പുറത്തൊന്നി ഇരുന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ കാറിലിട്ടിട്ട് പോകണം. അങ്ങനത്തെ അവസ്ഥയാണ് ഈ ഒരു ഇതിനകത്ത് കേട്ടോ. അപ്പം ഞാനിതിനെ പുറത്തൂടെ നടന്നെന്തായാലും ഒന്ന് വോക്ക് അറൗണ്ട് കാണിച്ചു തരാം. എന്ത് കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ഇതിനകത്ത് കാണാനായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് അബ്ദുൽ കലാം സാറ് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ചെരുപ്പുകളും അങ്ങനെയൊക്കെ ഒരുപാട്, പിന്നെ കബറും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അതിനകത്ത് കാണാനായിട്ട് വൻ സെറ്റപ്പാണ്. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്റ്റാച്ചു, ഈ മെഴുക് പ്രതിമകളൊക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ കണ്ടു നടക്കാൻ ഭയങ്കര പഠിക്കാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം ഞാനെന്തായാലും അകത്ത് കയറി ഒന്ന് കണ്ടിട്ട് പുറത്തിറങ്ങിയതേ ഇങ്ങനെ വീഡിയോ പകർത്തിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇതേ നമുക്ക് സാധിക്കുള്ളൂ. ഇനി നമുക്ക് അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്കുള്ള കാഴ്ചകളും ഇതേപോലെയൊക്കെ തന്നെ. നമുക്ക് അകത്ത് ക്യാമറ അലോഡല്ല കേട്ടോ. അപ്പം ഞാനിവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി രാമേശ്വരം ചെന്നിട്ടാണ് നമുക്ക് അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ രാമേശ്വരം പോകുമ്പോൾ ഞാൻ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കവാടം കാണിച്ചു തരാം കേട്ടോ. ഇതേ രാമേശ്വരം എത്താറായിട്ടുണ്ട്. രാമേശ്വരത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ കവാടമാണ് ആ ദൂരെ കാണുന്നത് കേട്ടോ, ഒരു ഗോൾഡ് കളറിൽ. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഏകദേശം ഉച്ച സമയമാണ്. ആ തിരക്കിൽ കൂടിയാണ് ഇവിടുത്തെ യാത്ര കേട്ടോ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ബ്ലോക്ക് ആയാലും നമുക്ക് അടിപൊളിയായിട്ട് എന്തായാലും ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നല്ലതായിട്ടൊരു ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആ ഒരു ലുക്കും എൻട്രൻസും കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലേക്ക് പോകാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, അബ്ദുൽ കലാം സാറിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഫ്രണ്ട് ഗേറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോയൊക്കെ ഞാനൊരു 5 വർഷം മുമ്പ് ഞാനിവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ഞാനും 2-3 കൂട്ടുകാരും ഒക്കെ ആയിട്ടാണ് ഒരിക്കൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മൾ നേരെ മ്യൂസിയത്തിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ഒരുപാടുണ്ട്. ക്യാമറ അലോഡ് അല്ലാത്തതുകൊണ്ടാണ് അതിനകത്തുള്ള വീഡിയോ കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സ്, അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അബ്ദുൽ കലാം സാറിൻ്റെ മ്യൂസിയത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഇവിടെ ഒരു അടിപൊളി വെറൈറ്റി ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം ഫ്രണ്ട്സ്. രാമേശ്വരത്ത് വന്ന ശംഖ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ മേടിക്കുന്ന ശംഖ് എന്ന് പറഞ്ഞാൽ വളരെ വില കൂടുതലാണ്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ശംഖ് പറക്കാൻ പറ്റുന്ന ഒരിടമാണ്. ഇവിടെ മൊത്തം ഈ തറയിൽ മൊത്തം ഇങ്ങനെ ശംഖാണ്. അപ്പോൾ നമ്മൾ നോക്കി നടന്നിങ്ങനെ പറക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താരെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്താൽ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം. അല്ലാതെ വന്നെന്തായാലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ശംഖ് പറക്കാനായിട്ട് സാധിക്കില്ല. അത്രയ്ക്കുണ്ട്. ഇവിടെ ഒരു ലോഡുണ്ട്. നമുക്കിവിടെ ഇത് കഴുകി പോളിഷ് ചെയ്തെടുക്കുന്ന പാടേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ലക്ഷക്കണക്കിന് ശംഖാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 വർഷം മുമ്പ് വന്നപ്പോൾ ഒരുപാട് ഇങ്ങനെ വന്ന് അടിയുന്ന സമയമായിരുന്നു. ഇപ്പോൾ നുള്ളി പറക്കാനായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്, ലക്ഷക്കണക്കിന് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കി നടന്ന് പറക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ അറിയണമെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാര്യം ഇതല്ലാണ്ട് വന്ന് ആർക്കും കണ്ടിട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഞാൻ ഒന്ന് കൂട്ടി വെച്ച് കാണിച്ചു തരുന്നത്. ഇവിടെ കണ്ടില്ലേ, ഒരുപാടുണ്ട്. അടിപൊളി വെറൈറ്റികളാണ്. ഞാൻ ഇപ്പോൾ ഒരു വെറൈറ്റി എടുത്ത് കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, ഈ ഒരു വെറൈറ്റിക്ക് എന്ന് പറഞ്ഞാൽ പാമ്പം കിടിലമാണ് കേട്ടോ. ഇതേപോലെ ആ കാടിൻ്റെ ഇടയിലൊക്കെ നിറച്ചിങ്ങനെ അടിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. ഒരു കൂറ്റൻ ഒരു സോളാർ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാനിൻ്റെ മൂട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ ക്യാമറയ്ക്കുള്ളിൽ കൊള്ളുന്നതേ ഇല്ല, അത്രയ്ക്ക് വലുതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മൂട്ടിൽ നിന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.